ഫസ്റ്റ് വീഡിയോ ഇൻ ദ സെൻസ് ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയി. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് മിക്ക സ്റ്റുഡൻസിനും ഡൗട്ടാണ് OET ആണോ IELTS ആണോ ഈസി എന്നുള്ളത്. അങ്ങനെ സ്റ്റുഡൻസുകളിൽ ഉണ്ടാവുന്ന ഇത്തരം ഡൗട്ട്സ് ശരിക്കും നല്ലതാണ്. കാര്യം നമ്മളൊരു കോഴ്സ് അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കണം. ലൈക്ക് അതൊരു ഈസി ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലുമായിട്ട് നമുക്ക് ജോബ് എവിടെയെങ്കിലുമായിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഏത് കൺട്രി ആണോ, അല്ലെങ്കിൽ ആ ഒരു കൺട്രിയിലേക്ക് പോകണമെങ്കിൽ നമുക്കിത് വാലിഡ് ആണോ അല്ലെങ്കിൽ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ ശേഷം മാത്രമേ ഒരു കോഴ്സിൽ ചേരാൻ പാടുള്ളൂ. അതുകൂടാതെ തന്നെ നമ്മൾ ഈസിനെസ്, അതായത് നമ്മൾ OET ആണോ IELTS ആണോ ഈസി എന്നുള്ള രീതിയിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അത് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഈസി ഏതാണ് അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അത് ഞാൻ പറയാൻ കാര്യം, IELTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ്, OET ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, OET എന്ന് പറയുന്നത് നമ്മൾ ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ്. അത് ശരിക്കും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് മാത്രമുള്ളതാണ്. പക്ഷേ IELTSും സെയിം മെഡിക്കൽ പ്രൊഫഷണൽസ് മാത്രമല്ല, ഈവൻ IT പ്രൊഫഷണൽസും അങ്ങനെ അവർക്കും പറ്റുന്നതാണ്. ഓക്കെ, ഇത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OET മെഡിക്കൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെയും ക്ലിനിക്കൽ രീതിയിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സ്പോഷറുള്ള ആൾക്കും അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലും നോളജ് ഉള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് OET ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഈ രണ്ട് ലൈക്ക് OET ആയാലും IELTS ആയാലും ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ, അതായത് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് മോഡ്യൂൾ, ലൈക്ക് സ്പീക്കിംഗ് മോഡ്യൂൾസ്, ഈ 4 മോഡ്യൂൾസും ഉണ്ട്. സോ 4 മോഡ്യൂൾസും എന്താ പറയുക, അപ്രോച്ച് ചെയ്യുന്ന പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. ലിസണിങ് ആകുമ്പോൾ ശരി, ഓഫ് കോഴ്സ് ലൈക്ക് നമുക്കൊരു ഓഡിയോ ലിസൺ ചെയ്തിട്ട് നമ്മൾ ആൻസേഴ്സ് എഴുതുന്ന പതിവാണ്. അത് തന്നെയാണ് നമുക്ക് IELTSനും ഉള്ളത്. പക്ഷേ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു, ലിസണിങ് ആകുമ്പോഴത്തേക്കും OETയിൽ വരുമ്പോൾ അത് ഒരു മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, മേ ബി ഒരു കൺസൾട്ടേഷൻ അങ്ങനെയൊക്കെ വരും. ഓക്കെ, സോ റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഡിസീസ്, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു ടോപ്പിക്ക് പാർട്ട് എയിൽ ഉണ്ടാവും. അത് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. പാർട്ട് എയിലെ കാര്യം മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഓറിയൻറ്റേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് മാത്രം ഞാനിതിനകത്ത് ഇപ്പോൾ പറയുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, മേ ബി അതൊരു ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പേഷ്യൻ്റ് ആയിരിക്കാം, അതിൽ വരുന്നൊരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നിട്ടുണ്ടാവും. ഹിൻ്റെല്ലാം നമുക്ക് പറയേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ IELTSൽ അങ്ങനെയല്ല, ഒരു ടോപ്പിക്ക് തന്നിട്ട് നമ്മളത് പറയുക ചെയ്യുന്നത്. സോ അങ്ങനെ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, റീഡിങ് പറഞ്ഞു, ലിസണിങ് പറഞ്ഞു, സ്പീക്കിംഗ് പറഞ്ഞു. ഈ റൈറ്റിങ്ങിൻ്റെ കേസ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു കേസ് നോട്ടായിരിക്കും. ആ കേസ് നോട്ട് അതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മൾ ലെറ്റർ എഴുതുന്നത്. ഓക്കെ, അതായത് റെസിപ്പിയൻ്റ് മേ ബി മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ, നഴ്സിനായിരിക്കും, ഡയറക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ടീംസിന് എഴുതുന്നത്. അപ്പോൾ തന്നതെല്ലാം നമ്മൾ എഴുതില്ല, റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ മാത്രമേ എഴുതുള്ളൂ. ഓക്കെ, അതിനും കുറച്ച് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ഓരോ മോഡ്യൂൾസിൻ്റെയും ഓറിയൻറ്റേഷൻ ആയിരിക്കും. ബൈ.